ഇങ്ങനെ ചെറിയ വലിയൊരു പ്രശ്നം കാരണം ജോബിൽ നിന്ന് ബ്രേക്ക് എടുത്ത് റെസ്റ്റിംഗ് പീരീഡിൽ നിൽക്കുമ്പോഴാണ് കുറച്ചധികം കാലമായിട്ടുള്ള ഒരു ആഗ്രഹം പൊടി തട്ടിയെടുക്കുന്നത്. നല്ല കിടിലൻ ഡ്രസ്സുകൾ സ്വന്തമായിട്ട് തയ്ച്ചിടണം. പക്ഷെ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, എനിക്ക് തയ്ക്കാൻ അറിയില്ല. ബട്ട് ഇപ്പൊ വേറൊന്നും ചെയ്യാതിരിക്കല്ലേ, എന്നാ പിന്നെ തുടങ്ങിയേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു സൂയിങ് മെഷീൻ ഇന്നലെ പോയി വാങ്ങിച്ച് ഫൈനലി ഇറ്റ് ഈസ് ഡേ 1 ഓഫ് മീ ലേണിംഗ് ഹൗ ടു സൂ. അപ്പൊ മൊത്തം സെറ്റപ്പ്, ത്രെഡിങ്, ബോബിൻ കേസ് ത്രെഡ് വെക്കുന്നതൊക്കെ ട്രൈ ആക്കാന്ന് വെച്ച് യൂട്യൂബ് ദൈവങ്ങളെ കാത്തോളെന്നും പറഞ്ഞ് ഐശ്വര്യമായിട്ടങ്ങ് സ്റ്റാർട്ടാക്കി. ഒരു ട്രയൽ റൺ ഒക്കെ വേണ്ടേന്ന് വെച്ച് പഴയൊരു സ്കേർട്ട് വെട്ടിയെടുത്ത് അതിനകത്ത് കുറെ തുന്നി പഠിച്ചു. ചെയ്ത് പകുതി കാറ്റ് പോയെങ്കിലും ഇതൊക്കെ കണ്ട് അത്യാവശ്യം കോൺഫിഡൻസ് വന്ന ഞാൻ കളയാൻ വെച്ചിരുന്ന പഴയ ഒരു ക്ലോത്ത് ബാസ്കറ്റിൽ നിന്ന് അമ്മയുടെ ഒരു പഴയ സാരി കണ്ടുപിടിച്ച് നേരെ പിൻട്രസ്റ്റിൽ കയറി ഡൂം സ്ക്രോളിങ് തുടങ്ങി. അപ്പൊ ഇത് കിടക്കുന്നു ഈ ടോപ്പ്. സംഭവം ഏറെക്കുറെ ഈസി പോലെയൊക്കെ. എന്നാ പിന്നെ അത് തന്നെ ആവാന്ന് വെച്ച് ഫാബ്രിക് എടുത്തൊന്ന് ചുമ്മാ ഒരു പേരിന് തേച്ചിട്ട് എന്റെ തന്നെ ഒരു ടോപ്പ് എടുത്ത് പാറ്റേൺ ആക്കി പണി തുടങ്ങി. ഇതിനിടയ്ക്ക് കാട്ടിക്കുട്ടിയ പൊട്ട മിസ്റ്റേക്കുകൾക്കൊന്നും കയ്യും കണക്കില്ല. ബട്ട് 4-5 വർഷമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ആഗ്രഹം. ബട്ട് ഇത്രയും കാലമായിട്ട് ഞാനതിന് വേണ്ടി ഒരു കുന്തവും ചെയ്തിട്ടില്ല. ഇപ്പോഴാ എന്തേലും ചെയ്യാനൊരു ടൈം കിട്ടുന്നത്. ആ ടൈമിന്റെ കാര്യം പറഞ്ഞപ്പോഴാ കുറേ മണിക്കൂറായി ഇതിന്റെ പുറകെ തന്നെ ഇരുന്ന് തലയ്ക്ക് ഭ്രാന്തെടുക്കുന്നു. അപ്പൊ ഒരു കുഞ്ഞു ബ്രേക്ക്. ഇപ്പൊ ഏതാണ്ടൊക്കെ സ്മൂത്ത് ആയിട്ട് പോകുന്നില്ലേ എന്ന് സ്വയം സന്തോഷിച്ചിരിക്കുമ്പോഴാണ് ഞാൻ എന്റെ ആംപോള് രണ്ടും അബദ്ധത്തിൽ തുന്നിയടച്ചത്. എന്റെ വല ചൂരാൻ നോക്കുമ്പോഴോ ഫാബ്രിക്കും കയറുന്നു. സോ ഒന്നും നോക്കിയില്ല, ഒരു സിസേഴ്സ് എടുത്ത് രണ്ട് സൈഡിലും ഹോൾ അങ്ങ് കയറി വെച്ച്. ഫൈനൽ റിസൾട്ട് കണ്ട് സന്തോഷിക്കുന്ന ആ മുഖം കണ്ടോ? ഫസ്റ്റ് ഡേ അല്ലേ, നമുക്ക് പതുക്കെ സെറ്റ് ആക്കാന്നേ. അപ്പൊ ശരി, നാളെ കാണാം.